എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു അറേബ്യൻ റൈസാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു സുർബിയൻ ബിരിയാണിയാണ് കേട്ടോ. ഇതൊരു ബിരിയാണിയുടെ ഒരു നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും കേട്ടോ. കാരണം നമ്മൾ ഇതിൽ സവാളയൊക്കെ ഫ്രൈ ചെയ്തിട്ട് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ബിരിയാണിയുടെ ആ ഫ്ലേവറൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമ്മൾക്ക് വളരെ പെട്ടെന്ന് എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മളിതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് 1 കിലോ ബാസുമതി സെല്ല റൈസാണ് കേട്ടോ. ഇത് നമ്മൾക്ക് സാധാരണ ബിരിയാണി റൈസ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാനായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ബിരിയാണിയിലേക്കുള്ള റൈസ് വേവിക്കാനായിട്ട് നമുക്ക് വെള്ളം തിളപ്പിച്ചെടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾക്ക് ഒരു 6-7 ഏലക്കായ ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾക്ക് 7-8 കറാമ്പൂ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള പട്ട ചെറുതാക്കി മുറിച്ചിട്ട് അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾക്ക് റൈസ് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഊറ്റിയെടുക്കണം. എന്നിട്ട് നമ്മൾക്ക് ഇതിലേക്കുള്ള റൈസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് നമ്മൾക്ക് കുറച്ച് 2-3 ടീസ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കണേ. ഇനി നമ്മൾക്ക് ആ ഒരു സമയം കൊണ്ട് അത്യാവശ്യം വലുപ്പത്തിലുള്ളൊരു 5-6 സവാള എടുക്കാം. അത് നന്നായിട്ട് നൈസായിട്ട് തന്നെ അരിഞ്ഞു വെക്കണം. ഇനി നമ്മൾക്ക് ഇതുപോലൊരു പാൻ എടുക്കാം. അത് നന്നായി ചൂടായി വരുമ്പോഴേ നമ്മൾക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇത് നമ്മൾക്ക് സവാള ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സവാള നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പെട്ടെന്ന് മൊരിച്ചെടുക്കാൻ പറ്റും. ഓയിലായാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾക്ക് നെയ്യിലും വറുത്തെടുക്കാം. ഇത് നമ്മൾക്ക് കരിയാണ്ട് പൊരിഞ്ഞ് കിട്ടണം. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഫ്ലെയിം കൂട്ടി വെച്ചതിന് ശേഷം നമ്മൾ സവാള അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് അത്യാവശ്യം വലുപ്പത്തിലുള്ള ഇഞ്ചി കഷ്ണങ്ങളും അതുപോലെ തന്നെ ഒരു തുടം വെളുത്തുള്ളിയുമാണ് കേട്ടോ. ഇപ്പം നമ്മളുടെ സവാള നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾക്ക് ഇങ്ങനെ മൊരിച്ചെടുക്കാനായിട്ട് കേട്ടോ. തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ നമ്മൾക്ക് സവാള എല്ലാം മാറ്റിയിട്ട് കോരിയെടുക്കാം. ഇപ്പം നമ്മൾക്ക് സവാള നല്ലതുപോലെ മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ മുരിച്ചെടുത്ത സവാള നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തതിലേക്കും വേണം പകുതിയായിട്ട്, പകുതി നമ്മൾക്ക് റൈസിലേക്കും വേണം. ഇനി ഇതിലേക്കുള്ള ഇഞ്ചി കഷ്ണങ്ങളും വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് അരപ്പ് തന്നെ ആവണം. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ചിക്കനാണ് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത ആ ഒരു പാനിൽ തന്നെ നമ്മൾക്കിത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് എല്ലാം ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് ചിക്കനിലെല്ലാം നമ്മൾക്കൊന്ന് കുത്തി വെക്കണം. ഫോർക്ക് കൊണ്ട് നമ്മളിങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മസാല പിടിക്കുന്ന സമയത്ത് നന്നായിട്ട് പിടിച്ച് കിട്ടും. ചിക്കനിൻ്റെ എല്ലാം നന്നായിട്ട് തന്നെ പിടിച്ച് കിട്ടും. ഇനി ഇതൊന്ന് ഇളക്കിയതിന് ശേഷം ഒരു വെള്ള കളറായി വരുന്ന സമയത്ത് നമ്മൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സാക്കിയതിന് ശേഷം ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് ആയാലും കുഴപ്പമൊന്നുമില്ല, നമ്മളിവിടെ ഫ്രഷ് ആയിട്ടുള്ള കുരുമുളക് പൊടി തന്നെയാണ് ചേർക്കുന്നത്, അതാണ് കൂടുതൽ ബെസ്റ്റ്. ഫ്ലെയിം കൂട്ടി വെച്ചതിന് ശേഷം നന്നായിട്ട് തന്നെ നമ്മൾക്ക് ഇളക്കിയെടുക്കണം. ഇനി നമ്മൾക്കൊരു മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമ്മൾക്ക് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മൾ മൂടി തുറന്നതിന് ശേഷം ഒരു ഹാഫ് വേവായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള മസാല ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, പിന്നെ നമ്മൾക്ക് ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ബിരിയാണി മസാല വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം 2-3 മിനിറ്റ് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇനി നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം 2-3 മിനിറ്റ് നമ്മൾക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത സവാള ഉണ്ടല്ലോ, അത് നമ്മൾക്ക് ഹാഫ്
ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കിയ ആ ഒരു മിക്സിലേക്ക് നമ്മൾക്ക് ഇതും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് നമ്മൾക്ക് ഇത് അരപ്പായിട്ട് തന്നെ നമുക്ക് കിട്ടണം കേട്ടോ. ഇനി ഒരു വട്ടം ചതച്ചതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് തൈര് കൂടി ചേർത്ത് കൊടുക്കണം. അത് നമുക്ക് നന്നായിട്ട് അരപ്പായിട്ട് തന്നെ കിട്ടണം കേട്ടോ. ഈ അരപ്പാണ് നമ്മൾ ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ശരിക്കും നമ്മൾക്ക് മിക്സിയുടെ ആ ചെറിയ ജാറിലാണ് ഈ അരപ്പ് അരക്കേണ്ടത്. നമ്മൾ കറണ്ട് പോയ കാരണം കൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ചോപ്പറിൽ വെച്ചിട്ട് ചെയ്യുന്നത്. ഇനി നമ്മളുടെ ഏകദേശം ഒരു ഹാഫ് വേവായി വരുമ്പോൾ ആ ചിക്കനിലേക്ക് നമ്മളുടെ ഈ അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 2-3 മിനിറ്റ് നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമ്മളൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. അതിനുശേഷം നമ്മൾ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഈ ഒരു സമയം നമ്മൾക്ക് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. നല്ലൊരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. ഇത് നമ്മൾക്ക് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ തന്നെ നമ്മൾക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ബിരിയാണിയാണ് കേട്ടോ. ഇനി ഈ ഒരു സമയം കൊണ്ട് നമ്മളുടെ റൈസ് വെന്ത് വന്നിട്ടുണ്ട്. അത് നമ്മൾക്ക് നന്നായിട്ട് തന്നെ ഊറ്റിയെടുക്കണം. ഇതൊരു ഹാഫ് വേവ് ആകുമ്പോഴേ നമ്മൾ ഊറ്റിയെടുക്കാൻ നോക്കണം. ഇല്ലെങ്കിൽ നമ്മൾക്ക് വേവ് കൂടിപ്പോയാൽ ഇതിന് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. പിന്നെ നമ്മൾ ദം ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ വേവും ഒരുമിച്ച് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇപ്പം നമ്മളുടെ ചിക്കൻ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് റൈസ് ഇതിലേക്ക് ഊറ്റി മാറ്റിയിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾക്ക് എല്ലാ റൈസും ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് സേവ് ചെയ്യുന്ന സമയത്ത് സവാള ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾക്ക് സ്റ്റെപ്പായിട്ട് സവാള ഇട്ട് കൊടുക്കുകയും ചെയ്യാം. ഇനി നമ്മൾക്ക് ചിക്കൻ മാറ്റി വെച്ചിട്ട് ലെയറായിട്ട് നമ്മൾക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇങ്ങനെ ആകുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. കാരണം നമ്മൾ ദം ചെയ്തെടുക്കുകയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ ഇതിൻ്റെ റൈസെല്ലാം നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. ഇനി എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള നട്ട്സുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾക്ക് മല്ലിച്ചപ്പ് കൂടി ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ട് നമ്മൾക്ക് അതിൻ്റെ മുകളിലായിട്ട് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 2-3 ടീസ്പൂൺ നെയ്യ് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. സൺഫ്ലവർ ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ ബെസ്റ്റായിട്ട് ടേസ്റ്റായിട്ട് കിട്ടുന്നത് നമ്മൾക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോഴാണ് കേട്ടോ. അപ്പം നമ്മളുടെ സുർബിയൻ ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സുർബിയൻ ബിരിയാണി തന്നെയാണ്. നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഇതിന്. ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ബെല്ലൈക്കണും കൂടി അമർത്തിയേക്കണേ. ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പം നമ്മൾക്ക് വ്യത്യസ്ത വീഡിയോയുമായി വീണ്ടും കാണാം.